പെൺകുട്ടികളെ മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്ന് പറയാറുണ്ട്. അവർ ഒരു കാര്യം പറയും, എന്നാൽ അർത്ഥമാക്കുന്നത് മറ്റൊന്ന്. നിങ്ങൾ വിചാരിക്കും എല്ലാം നോർമലാണെന്ന്, എന്നാൽ പെട്ടെന്ന് അവൾക്ക് അപ്സെറ്റാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടെന്ന്. ഇന്ന് ഞാൻ ഡീകോഡ് ചെയ്യാം പെൺകുട്ടികളുടെ സന്ദേശങ്ങൾ. സഹോദരങ്ങളെ, ശ്രദ്ധിക്കൂ. അവൾ പറയുന്നു, ഐ എം ഫൈൻ. നിങ്ങൾ വിചാരിക്കും, ഓക്കെ, എല്ലാം ശരിയാണ്. എന്നാൽ യഥാർത്ഥ അർത്ഥം, ഞാൻ ഫൈൻ അല്ല. എന്നാൽ നീ എന്നോട് കൂടുതൽ ചോദിക്കണം. എന്റെ ഫീലിംഗ്സ് നീ മനസ്സിലാക്കണം. ഞാൻ എല്ലാം വിശദീകരിക്കാതെ. നിങ്ങൾ ചെയ്യേണ്ടത്, എന്താണ് സംഭവിച്ചത്, എന്നോട് പറയൂ എന്ന് ചോദിക്കുക. അവളെ കേൾക്കുക. അവളുടെ ഫീലിംഗ്സ് വാലിഡേറ്റ് ചെയ്യുക. അവൾ പറയുന്നു, ഡു വാട്ട് എവർ യു വാണ്ട്. ഇത് കേട്ടാൽ സൂക്ഷിക്കൂ സഹോദരങ്ങളെ. യഥാർത്ഥ അർത്ഥം, നീ അത് ചെയ്താൽ നമുക്ക് വലിയ പ്രോബ്ലം ഉണ്ടാകും. എനിക്ക് സമ്മതമല്ല, എന്നാൽ നീ തീരുമാനിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. പിന്നീട് നീ ബ്ലെയിം ആകും. നിങ്ങൾ ചെയ്യേണ്ടത്, നിനക്ക് സമ്മതമാണോ, സത്യമായി പറയൂ എന്ന് ചോദിക്കുക. അവളുടെ ഒപ്പീനിയൻ വിലമതിക്കുക. അവൾ പറയുന്നു, നമുക്ക് സംസാരിക്കണം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടും. കാരണം അർത്ഥം, നീ എന്തോ തെറ്റു ചെയ്തു. ഇപ്പോൾ ഞാൻ വിശദീകരിക്കും നീ എന്താണ് തെറ്റു ചെയ്തത് എന്ന്. ഒരു സീരിയസ് കോൺവെർസേഷൻ വരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത്, ഡിഫെൻസീവ് ആകരുത്. കേൾക്കൂ, മനസ്സിലാക്കൂ. നിങ്ങൾ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അക്നോളജ് ചെയ്യൂ. അവൾ പറയുന്നു, നീ എന്നെ മനസ്സിലാക്കുന്നില്ല. ഇത് വളരെ കോമൺ ആണ്. യഥാർത്ഥ അർത്ഥം, നീ എന്നെ കേൾക്കുന്നില്ല. എന്റെ ഇമോഷൻസ് നീ കൺസിഡർ ചെയ്യുന്നില്ല. നീ എന്റെ പേഴ്സ്പെക്റ്റീവ് കാണാൻ ശ്രമിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ എലോൺ ആണെന്ന്. നിങ്ങൾ ചെയ്യേണ്ടത്, ഫോൺ വയ്ക്കുക. അവളെ നോക്കുക. ഞാൻ കേൾക്കുന്നുണ്ട്, പറയൂ എന്ന് പറയുക. ആക്ച്വലി കേൾക്കുക. റിപ്ലൈ ചെയ്യാൻ വേണ്ടിയല്ല, മനസ്സിലാക്കാൻ വേണ്ടി. അവൾ പറയുന്നു, നിനക്കെന്നേക്കാൾ നിന്റെ ഫ്രണ്ട്സാണ് പ്രധാനം. നിങ്ങൾ കൂട്ടുകാരുമായി ടൈം സ്പെൻഡ് ചെയ്തു. അവൾ അപ്സെറ്റാണ്. അർത്ഥം, എനിക്ക് കൂടുതൽ അറ്റൻഷൻ വേണം. എനിക്ക് സ്പെഷ്യൽ ഫീൽ ചെയ്യണം. നീ എന്നെ പ്രയോറിറ്റി ആക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾ ചെയ്യേണ്ടത്, ബാലൻസ് കണ്ടെത്തുക. ഫ്രണ്ട്സ് ഇമ്പോർട്ടന്റ് ആണ്, എന്നാൽ അവളും ഇമ്പോർട്ടന്റ് ആണ്. അവൾക്ക് ക്വാളിറ്റി ടൈം കൊടുക്കുക. അവൾ പറയുന്നു, നീ ഒരിക്കലും റൊമാൻറ്റിക് അല്ല. നിങ്ങൾ വിചാരിക്കും, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ അർത്ഥം, എനിക്ക് സ്മോൾ ജസ്റ്റേഴ്സ് വേണം, സർപ്രൈസസ് വേണം. എനിക്ക് സ്പെഷ്യൽ ഫീൽ ചെയ്യണം. നിങ്ങൾ പ്രഡിക്റ്റബിളായി മാറി. നിങ്ങൾ ചെയ്യേണ്ടത്, സർപ്രൈസ് കൊടുക്കുക. വലിയ ഗിഫ്റ്റ് വേണ്ട. അവൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് കൊണ്ടുവരിക. അൺഎക്സ്പെക്റ്റഡായി കോംപ്ലിമെന്റ് കൊടുക്കുക. അവൾ പറയുന്നു, നീ പോയി കളിക്ക്. ആംഗ്രി ആയിരിക്കുമ്പോൾ ഇത് പറയും. അർത്ഥം, എനിക്ക് സ്പേസ് വേണം. നീ ഇപ്പോൾ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. പക്ഷെ ആക്ച്വലി നീ വളരെ ദൂരേക്ക് പോകരുത്. കുറച്ചു സമയം കഴിഞ്ഞ് തിരികെ വരണം. നിങ്ങൾ ചെയ്യേണ്ടത്, അവൾക്ക് സ്പേസ് കൊടുക്കുക. കുറച്ചു സമയം കഴിഞ്ഞ് ചെക്ക് ചെയ്യുക. എല്ലാം ഓക്കെ ആയോ എന്ന് സ്നേഹത്തോടെ ചോദിക്കുക. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെൺകുട്ടികൾ നിങ്ങളുടെ ആക്ഷൻസ് നോക്കുകയാണ്, നിങ്ങളുടെ വേർഡ്സ് അല്ല. നിങ്ങൾ പറയുന്നത് ഐ ലവ് യു എന്നാണെങ്കിൽ, എന്നാൽ നിങ്ങളുടെ എഫേർട്ട് ഇല്ലെങ്കിൽ, നിങ്ങളുടെ ടൈം ഇല്ലെങ്കിൽ, നിങ്ങളുടെ അറ്റൻഷൻ ഇല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾ പറയുന്നു, നീ എന്റെ പ്രയോറിറ്റിയാണ്, എന്നാൽ നിങ്ങൾ എപ്പോഴും ബിസിയാണ്. അവളുടെ കോൾസ് അറ്റൻഡ് ചെയ്യുന്നില്ല. അവളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് വെറും വാക്കുകൾ മാത്രം. പെൺകുട്ടികളെ മനസ്സിലാക്കാൻ അവരുടെ ഇമോഷൻസ് റെക്കഗ്നൈസ് ചെയ്യൂ. അവർ എന്താണ് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അവരെ കേൾക്കൂ. ആക്ച്വലി കേൾക്കൂ. റിപ്ലൈ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത്. മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കൂ. സ്മോൾ ജസ്റ്റേഴ്സ് മാറ്റർ. ചെറിയ കാര്യങ്ങൾ ഓർക്കുക. അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യൂ. അവളുടെ ഫേവററ്റ് ഫുഡ് ഓർക്കുക. അവൾ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ ഓർക്കുക. ഇത് കാണിക്കുന്നു നിങ്ങൾ കെയർ ചെയ്യുന്നു എന്ന്. പെൺകുട്ടികൾ കോംപ്ലിക്കേറ്റഡ് അല്ല സഹോദരങ്ങളെ. നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്നില്ല എന്ന് മാത്രം. അവർ വാക്കുകളിലല്ല, ഇമോഷൻസിൽ സംസാരിക്കുന്നു. നിങ്ങൾ അവരുടെ ലാംഗ്വേജ് പഠിക്കണം. അവരുടെ ഫീലിംഗ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അവരെ വാല്യൂ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകും. അവൾ സന്തോഷമായിരിക്കും, നിങ്ങളും സന്തോഷമായിരിക്കും. ഓർക്കൂ, കമ്മ്യൂണിക്കേഷൻ എന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് എന്നതല്ല, അവർ എന്താണ് കേൾക്കുന്നത് എന്നതാണ്. നിങ്ങളുടെ വേർഡ്സ്, നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ എഫേർട്ട് എല്ലാം മാച്ച് ആകണം. അപ്പോൾ മാത്രമേ അവർക്ക് വിശ്വസിക്കാൻ കഴിയൂ. അപ്പോൾ മാത്രമേ അവർക്ക് സെക്യൂർ ഫീൽ ചെയ്യാൻ കഴിയൂ. പെൺകുട്ടികളെ മനസ്സിലാക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അവർക്ക് വേണ്ടത് റെസ്പെക്ട്, ലവ്, അറ്റൻഷൻ. നിങ്ങൾ ഇത് തരുന്നുണ്ടെങ്കിൽ, ജെന്യുവിനായി തരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉണ്ടാകും. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ കമന്റിൽ. സബ്സ്ക്രൈബ് ചെയ്യൂ മോർ റിലേഷൻഷിപ്പ് വീഡിയോസിനായി. റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ് ഹെർ വേർഡ്സ്, വാല്യൂ ഹെർ ഇമോഷൻസ്, ഷോ ഹെർ ത്രൂ ആക്ഷൻസ്.